ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇറച്ചിപ്പോളൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മസാല ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനുവേണ്ടി ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുന്ന ടൈമിന് നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയാട്ടാ ചേർക്കുന്നത്. അപ്പോൾ പച്ചമുളക് ചേർക്കുന്ന സമയത്ത് നിങ്ങളെ എരിവ് ബാലൻസ് ചെയ്തിട്ട് അങ്ങനെ ചേർക്കാൻ വേണ്ടി നോക്കാം. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 3 അല്ലി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് കുത്തി എടുത്തിട്ടാട്ടാ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം. ഉള്ളി വാട്ടിയെടുക്കുന്ന സമയത്ത് അങ്ങനെ ഫൈനായിട്ട് വാട്ടിയെടുക്കൊന്നും വേണ്ട, ചെറിയൊരു രീതിയിൽ ഒന്ന് വാടി വന്നാൽ മതി. അപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് ഉള്ളി വാടി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലധികം പൊടികളും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. ഫസ്റ്റിന് നമുക്കിതാ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി ചേർക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് 1/2 ടീസ്പൂൺ ചേർത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പിന്നെ ഒരു 1/4 ടീസ്പൂൺ കൂടി അങ്ങനെ ചേർത്താലും മതി. കാരണം ഇതിൽ ചേർക്കുന്ന പൊടികളൊന്നും അങ്ങനെ കൂടി പോകാൻ പാടില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വല്ലാണ്ട് ആ പൊടിൻ്റെ ഒരു കുത്തൽ വരും. അതുകൊണ്ട് കൂടി പോവാണ്ട് നോക്കുക. ചെറിയ ചെറിയ അളവിൽ ചേർത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് പൊടിൻ്റെ അളവും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പക്ഷെ 1/2 ടീസ്പൂൺ ചേർത്തിട്ട് പിന്നെ ഒരു 1/4 ടീസ്പൂൺ ആയിട്ട് അങ്ങനെ ചേർത്താലും മതി. ഇതിൽ ചേർക്കുന്ന പൊടികളുടെ അളവൊന്നും കൂടാൻ പാടില്ല. കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒട്ടും ടേസ്റ്റ് കിട്ടില്ല. ആ പൊടിൻ്റെ ഒരു കുത്തൽ വരും. അപ്പോൾ ചെറിയ അളവിൽ തന്നെ ചേർക്കാൻ വേണ്ടി നോക്കുക പൊടികൾ, എങ്കിലേ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ബീഫ് ആട്ടാ ചേർത്ത് കൊടുക്കുന്നത്. ബീഫ് ഞാൻ വേവിച്ചിട്ട് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വേവിച്ചിട്ട് അത് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. മിക്സിയിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വല്ലാണ്ട് അങ്ങ് അരഞ്ഞു പോകരുത്. അരഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ബീഫിൻ്റെ ടേസ്റ്റ് അങ്ങനെ കിട്ടൂല. അപ്പം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് അങ്ങനെ എടുത്താൽ മാത്രം മതി. ഈ ബീഫിന് പകരം വേണമെങ്കിൽ ചിക്കൻ ആയാലും ചിക്കൻ അങ്ങനെ എടുക്കാം. അപ്പോൾ ഇതാ ബീഫും കൂടി ചേർത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനിതാ ഇതിൻ്റെ ബേസ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂണ് പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ. നമ്മൾ മസാല റെഡിയാക്കുമ്പോൾ ഉപ്പ് അതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്ന സമയത്ത് അത് കണക്കാക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഇതാ മല്ലിയിലയാട്ടാ ചേർക്കുന്നത്. ഒരു കൈ നിറയെ മല്ലിയില അങ്ങനെ ചേർക്കുന്നുണ്ട്. മല്ലിയിലേൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഇത് ചേർക്കണ്ട. മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ മല്ലിയിലേൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി ആ പോളൻ്റെ ആ ഒരു ബേസിൽ കിട്ടണ്ടായിട്ടാട്ടോ മല്ലിയില ചേർത്തത്. നോർമലി നമ്മളെ മുട്ടയും മൈദയെല്ലാം വെച്ചിട്ടുള്ള പോളൻ്റെ ബേസിനേക്കാളും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് തോന്നിയിന് ഈ ഒരു മല്ലിയില ചേർക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ മല്ലിയിലേൻ്റെ ഫ്ലേവർ ഒട്ടും ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ആ മല്ലിയില അങ്ങ് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ ഇതാ അത് മിക്സിയിൽ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ മസാല നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇതൊരു കേക്കെല്ലാം ബേക്ക് ചെയ്യുന്ന ആ ഒരു ടിന്നിലാട്ടാ ചെയ്തിട്ടെടുക്കുന്നത്. ടിന്നിൽ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. നമ്മൾ സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലായാലും മതി. അതിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഈ പോളൻ്റെ ആ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി.
അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഈ ടിന്നിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ പോളൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഇത് ഞാനിപ്പോൾ കുറച്ച് വലുപ്പമുള്ള ടിന്നാട്ടം എടുത്തത്. അതുകൊണ്ട് തന്നെ പോള ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട ഹൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഹൈറ്റ് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ ടിൻ എടുക്കുന്നെങ്കിൽ ചെറിയ ടിൻ അങ്ങനെ എടുത്താൽ മതി. അഥവാ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുന്നെങ്കിൽ ചെറിയ പാത്രം അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു പാനിലാട്ടാ ചെയ്തെടുക്കുന്നത്. പാന് ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി എടുത്ത ആ പോളൻ്റെ ബാറ്റർ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് കറക്റ്റ് 20 മിനിറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തിട്ടെടുക്കാം. ഇത് ടൈം ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടാവും. ചിലർക്ക് 15 മിനിറ്റ് കൊണ്ട് അങ്ങനെ ആയിക്കിട്ടും. എനിക്ക് 20 മിനിറ്റ് കറക്റ്റ് എടുത്തിന് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതാ ഇതിപ്പോൾ 20 മിനിറ്റിന് ശേഷമായിട്ടാണ് ഞാൻ ഓപ്പൺ ആക്കുന്നത്. ഇത് ആയിനോ നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മേലെ ഭാഗത്ത് കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കാം. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എങ്കിൽ ഇതായിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ തിരിച്ചിടുന്നൊന്നുമില്ല, തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. അത് മേലെ ഭാഗമെല്ലാം കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇറച്ചി പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.